ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ ഛത്തീസ്ഗഡിൻ്റെയും അതുപോലെ തന്നെ ഒറീസയുടെയും വെസ്റ്റ് ബംഗാളിൻ്റെയും ഒക്കെ ബോർഡറായ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ടുള്ള യാത്രകൾ, ജോൺസനുമായിട്ടുള്ള യാത്രകളെല്ലാം 2 ദിവസത്തിന് മുമ്പ് അവസാനിപ്പിച്ചിട്ട് ഞാൻ മറ്റൊരു ദേവദാസൻ്റെ കൂടെ ഞാൻ ഈ ഗ്രാമത്തിൽ വന്നിരിക്കുകയാണ്. ജോൺസൻ്റെ ചർച്ചിൻ്റെ കാര്യങ്ങൾക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പാസ്റ്റർ രഞ്ജിത്തിൻ്റെ കൂടെയാണ് ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത്. ഇനിയുള്ള ഒരു ആഴ്ചയ്ക്കിലധികമായി ഇവിടെ ആയിരിക്കും. ഏകദേശം 8-10 ഗ്രാമങ്ങൾ ഇവിടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തികൾ ഈ ഗ്രാമങ്ങളിൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളുകൾ നിങ്ങൾ തന്ന എല്ലാ പ്രാർത്ഥനാ സഹകരണത്തിനും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഓരോ ദിവസവും സുവിശേഷ വേല ചെയ്യുവാൻ, ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുവാൻ, ഓരോ ഗ്രാമങ്ങളിൽ കടന്നു പോകുവാനൊക്കെ ദൈവം എനിക്ക് തരുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ ക്ഷീണിത അവസ്ഥയാണ്. ശാരീരികമായിട്ടുള്ള ഒത്തിരി വേദനകളുണ്ട്. കാരണം കഴിഞ്ഞ 40-45 ദിവസമായി തുടർമാനമായിട്ടുള്ള യാത്രകളാണ്. രാവിലെ നല്ല ചൂടുണ്ട്, രാത്രിയിൽ നല്ല തണുപ്പുമാണ്. കാലാവസ്ഥയുടെ ചേഞ്ചസ് ഭയങ്കരമായിട്ടും എനിക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനത്തിലെയും ഓരോ ഗ്രാമങ്ങൾ താണ്ടുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകദേശം 100-150 ഗ്രാമങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനിയും 10, 20, 25 ഗ്രാമങ്ങൾ കൂടി സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങൾ സന്ദർശിക്കുവാൻ, ആദിവാസി മേഖലകൾ സന്ദർശിക്കുവാൻ, ഊരുകൾ സന്ദർശിക്കുവാനൊക്കെ ദൈവം എനിക്ക് കൃപ ഒരുക്കി. ഞാൻ കഴിഞ്ഞ 18 വർഷമായിട്ട് തുടർമാനമായിട്ട് ഓരോ സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ എൻ്റെ മിഷൻ യാത്രയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സുവിശേഷം എത്താത്ത, അല്ലെങ്കിൽ സുവിശേഷവുമായിട്ട് കടന്നു പോകാത്ത പല ആദിവാസി ഊരുകളിലൊക്കെ എനിക്ക് കടന്നു പോകുവാൻ, ഛത്തീസ്ഗഡിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും ബിജാപ്പൂരിലും മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ കടന്നു പോകുവാൻ ദൈവം കൃപ ഒരുക്കി. ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഓരോ പുതിയ അനുഭവങ്ങളാണ് എനിക്ക് തന്ന ഒരു ദർശനം. ദൈവം ആ ദർശനത്തിനെ ഞാൻ കൃത്യമായിട്ടും പ്രയോജനപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൻ്റെ ഒരു പിക്ചർ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇനിയുള്ള ഒരാഴ്ച ഇവിടെയായി. ഇതാണ് ഞാൻ താമസിക്കുന്ന ഗ്രാമം. പക്കാ ഗ്രാമമാണ്. കർഷകരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. പശുക്കളെ മേയിച്ചും അവരുടെ കാര്യങ്ങൾ നോക്കിയും അതുപോലെ നെൽപ്പാടങ്ങളിൽ നെല്ല് കൃഷി ചെയ്തുമൊക്കെയാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിലെ വീടാണ് ആ ചുവന്ന കളറിൽ അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാമത്തിൻ്റെ ഒരു പിക്ചർ. അങ്ങോട്ട് ഏകദേശം ഒരു 10-50 കുടുംബങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗ്രാമമാണ്. ഓരോ ഗ്രാമത്തിനും 10, 30, 25 ഒക്കെ കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിനകത്ത് നമുക്ക് വന്നിട്ട് നമുക്കൊരിക്കലും ഇതിനകത്ത് ഒറ്റയ്ക്ക് ഒരു ബൈക്കൊക്കെ ഓട്ടിച്ച് വന്നാലൊന്നും നമുക്ക് ഗ്രാമം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരു ഗ്രാമം കഴിഞ്ഞാൽ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഒത്തിരി ഇതുപോലെ കിടക്കുകയാണ്. കണ്ടോ, ഇതുപോലെ പാടങ്ങൾ കിടക്കുകയാണ്. കണ്ടോ, ഇതിപ്പോൾ നെൽകൃഷിയാണ്, നെൽകൃഷിയുടെ സമയമാണ്. ഇതുപോലെ പാടങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഇതുപോലത്തെ വഴികളാണ്. വളരെ പക്കാ ഗ്രാമമാണ്. ഇതിനകത്ത് വന്ന് സുവിശേഷ വേല ചെയ്യാനൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതുങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യങ്ങളെ ഉപയോഗിച്ച് ഇതുപോലത്തെ ഗ്രാമങ്ങളിൽ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും സുവിശേഷ വേല ചെയ്യുവാൻ ഞാൻ ദൈവത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. വിദേശത്തായിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടി പറയുകയാണ്. നിങ്ങളുടെ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ മറ്റു അവധി ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ നിന്ന് ചാർട്ട് ഔട്ട് ചെയ്യുക. ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ വന്ന് ഗ്രാമത്തിൽ താമസിച്ചു കൊണ്ട് സുവിശേഷ വേലയുമായിട്ടൊക്കെ പ്രവർത്തിച്ച് മടങ്ങിപ്പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് തരുന്ന എല്ലാ പ്രാർത്ഥനാ സഹകരണോ ഇങ്ങനെ കണ്ടോ, അടുത്ത കൃഷിക്ക് വേണ്ടിയുള്ള ഇങ്ങനെ കിടക്കാൻ തൂക്കായിട്ട് കിടക്കുകയാണ്. കണ്ടോ, ഇതാ ഇവിടെ മാത്രമാണ് ഗ്രാമമുള്ളത്. കണ്ടോ, ഈ ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഏകദേശം 50 പേര് മാത്രമേ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നുള്ളൂ. ഈ ഗ്രാമത്തിലാണ് ഞാൻ ഓർത്തും എൻ്റെ മിഷൻ യാത്രകളെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് ശാരീരികമായിട്ടുള്ള വേദനകളുണ്ട്, അതെല്ലാം മാറുന്നതിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓരോരുത്തരും ദൈവമേ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സുവിശേഷ വയലിലേക്ക് നിങ്ങൾ കടന്നു വരണം. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പുതുതായിട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ
കൃത്യമായിട്ടും അറിയിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായിട്ട് നിങ്ങളുടെ കൂടെ സഞ്ചരിച്ച് ഈ പക്കാ ഗ്രാമങ്ങൾക്കകത്ത് താമസിച്ച് നമുക്ക് നമ്മുടെ എല്ലാ സംവിധാനങ്ങളെയും ത്യജിച്ചിട്ട് നമുക്ക് ക്രിസ്തുവിന് വേണ്ടി സന്തോഷത്തോടെ ഒരു ദിവസമെങ്കിലും ഒരാഴ്ചയെങ്കിലും ഒരു 10 ദിവസമെങ്കിലും ഇതുപോലത്തെ ഗ്രാമങ്ങളിൽ ഒരു 8-10 ഗ്രാമങ്ങളിൽ താമസിക്കാമെങ്കിൽ സന്തോഷമായിരിക്കും. കാരണം ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ സകലതും ത്യജിച്ച് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ വടക്കേന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ത്യജിച്ചിട്ട് വേണം വരാൻ. ഇവിടെ നമ്മൾ പുതിയ ഒരു വ്യക്തിത്വമായ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ നല്ല സഹകരണത്തിനും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. മേ ഗോഡ് ബ്ലെസ് യു. ജീസസ് ലവ്സ് യു. ഗോഡ് ബി വിത്ത് യു.